എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. പൗലോസ് എഴുതിയ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന വചനങ്ങളാണിത്. പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു വിശ്വാസവീരനായ വ്യക്തിയാണ് പൗലോസ്. ഇന്ന് നമ്മൾ വിശ്വാസികൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് പൗലോസ്. കപ്പൽ ഛേദം, മൃഗയുദ്ധം പോലെയുള്ള അനേക ഉപദ്രവങ്ങളൊക്കെ നേരിട്ടിട്ടും കർത്താവിനു വേണ്ടി വലിയ കാര്യങ്ങൾ അനേക ഭൂഖണ്ഡങ്ങളിൽ ചെയ്തെടുക്കുവാൻ, അനേക സഭകൾ സ്ഥാപിക്കുവാനൊക്കെ കഴിഞ്ഞ ഒരു ഉത്തമ വിശ്വാസിയും ഉത്തമ അപ്പോസ്തലനുമായ വ്യക്തിയാണ് പൗലോസ്. തന്റെ വിശ്വാസ ജീവിതം താൻ കൊണ്ടുപോകുമ്പോൾ തന്റെ വിശ്വാസത്തിന്റെ അകക്കാമ്പ് എന്താണെന്ന് പല ലേഖനങ്ങളിലൂടെ താൻ എഴുതിയപ്പോൾ നമുക്ക് ആ ലേഖനങ്ങളിലൂടെ പൗലോസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ ഒരു വചനം എന്നെ വ്യക്തിപരമായി എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു വചനമാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് വെച്ചാൽ, നമ്മളെയൊക്കെ പലപ്പോഴും സാഹചര്യങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിൽ നിന്ന് തടയുന്നതുമെല്ലാം. പലപ്പോഴും ഇന്ന് ഈ വീഡിയോ കാണുമ്പോഴും നാളത്തെ ഒരു വിഷയത്തെ ഓർത്ത് അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന ഒരു സാഹചര്യത്തെ ഓർത്ത് ഭാരപ്പെടുന്ന ആളായിരിക്കും നിങ്ങൾ. പക്ഷെ പൗലോസ് പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് വെച്ചാൽ, ഏത് സാഹചര്യം ഉണ്ടായാലും ആ സാഹചര്യത്തിലൊക്കെയും എന്നെ ശക്തനാക്കുന്ന ഒരുവൻ എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും പൗലോസിനുണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ കാണാം. അതിന്റെ 4-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ, ഏതവസ്ഥയാണോ ഉള്ളത് ആ ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് പൗലോസ് പറയാണ്, താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം, തൃപ്തരായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഇവിടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളെ പൗലോസ് ഈ വചനത്തിലൂടെ നമ്മളെ അറിയിക്കുന്നുണ്ട്. ഒന്ന്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എപ്പോഴും ഉയർച്ചയിലിരിക്കാനാണ്, അല്ലെ? നമ്മൾ അതിനു വേണ്ടിയല്ല എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉപജീവിക്കുന്നത് എന്താ? ഒരു നല്ല സന്തോഷകരമായ അനുഭവത്തിലൂടെ പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ പൗലോസ് പറയാണ്, താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എന്ന് വെച്ചാൽ, തനിക്ക് താഴ്ന്ന അവസ്ഥയിൽ ഇരിക്കാനും തനിക്കറിയാം. അത് മാത്രമല്ല, പിന്നെ ഏതൊക്കെ ഭാവമാണ് പറയുന്നത് ഇവിടെ കാണാം. താഴ്ചയിലിരിക്കാനും പിന്നെ സമൃദ്ധിയിലിരിക്കാനും തൃപ്തനായിട്ടിരിക്കാനും വിശന്നിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും ഒക്കെ തനിക്കറിയാമെന്ന് പൗലോസ് പറയാം. ജീവിതത്തിന്റെ പല അവസ്ഥകൾ, സമൃദ്ധിയുണ്ട് എന്നാൽ താഴ്ചയുണ്ട്, അങ്ങേയറ്റം സമൃദ്ധിയുണ്ട് എന്നാൽ ബുദ്ധിമുട്ടുണ്ട്, രോഗാവസ്ഥയുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ അവസ്ഥയിലെല്ലാം ഞാൻ തൃപ്തനായിരിക്കാൻ ശീലിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയും. എങ്ങനെയാണ് പൗലോസ് ശീലിച്ചത്? തന്നെ ശീലിപ്പിച്ചത് എന്തായിരുന്നു? പൗലോസ് പറയും, എന്നെ ശക്തനാക്കുന്ന ഒരുവൻ, ഈ സകല അവസ്ഥയിലും എന്നെ ശക്തീകരിക്കുന്ന ഒരുവൻ ഉണ്ടായിരുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണം, ശക്തനാക്കുന്നവൻ മുഖാന്തരം. താഴ്ന്ന അവസ്ഥയിൽ എല്ലാവരെയും പോലെ പൗലോസും തകർന്നിരിക്കുക. നമുക്കറിയാം, പൗലോസിന്റെ ജീവിതത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നത്, അല്ലെ? അത് വിട്ടുമാറി പോകേണ്ടതിന് ദൈവത്തോട് 3 വട്ടം അപേക്ഷിച്ചത് നമുക്കറിയാം. എന്നാൽ ദൈവം അരുളി ചെയ്തത് എന്താ? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പൊ ആ ബലഹീനമായ താഴ്ചയുടെ അവസ്ഥയിലും പൗലോസിനറിയാം, തന്നെ ശക്തീകരിക്കുന്ന ഒരുവൻ കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ അവസ്ഥ ഒരുപക്ഷെ പ്രതികൂലമായിരിക്കാം,
ഏറ്റവും താഴ്ന്ന അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ രോഗത്തിന്റെ അവസ്ഥയായിരിക്കാം, ഏറ്റവും ക്ഷീണകരമായ അവസ്ഥയായിരിക്കാം. ജോലിയിലാകട്ടെ, ബിസിനസ്സിലാകട്ടെ, ജീവിതത്തിലാകട്ടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലായിരിക്കാം നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ പൗലോസ് പറഞ്ഞ ഈ വചനം ഒന്ന് ഉള്ളിൽ ഉരുവിടുക. എന്ന് വെച്ചാൽ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്ന കർത്താവ് മുഖാന്തരം എന്നെ കൊണ്ട് സകലവും കഴിയുമെന്ന്. താൻ ശീലിച്ചു, താൻ അനുഭവിച്ചു. തന്റെ ജീവിത കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടപ്പോൾ താൻ കണ്ടു, എന്നെ ശക്തനാക്കി. എല്ലാ പ്രതികൂലത്തിന്റെയും അനേകരുടെ മധ്യത്തിൽ നിന്ന്, അനേക ന്യായവിസ്താരങ്ങളുടെ മുന്നിൽ, തടവറയിൽ, കാരാഗൃഹത്തിലൊക്കെ കിടന്നപ്പോഴും തന്നെ ശക്തനാക്കുന്ന ഒരുവൻ കൂടെയുണ്ടെന്നുള്ള ഒരു ഉറച്ച ബോധ്യം പൗലോസിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് സാഹചര്യം ഓർത്താണോ ഭാരപ്പെടുന്നത്, താഴ്ചയുടെ അനുഭവമാണോ, പരാജയത്തിന്റെ അനുഭവമാണോ, പ്രശ്നത്തിന്റെ അനുഭവമാണെങ്കിലും എനിക്കൊരാളെ പരിചയപ്പെടുത്തുവാനുണ്ട്. ശക്തനാക്കുന്ന ഒരുവനെ, അവനെ ക്രിസ്തു എന്ന് വിളിക്കും. അവൻ മുഖാന്തരം നമ്മളൊക്കെയും സകലത്തിലും നമുക്കെല്ലാം ചെയ്തെടുക്കാൻ കഴിയും. ആ ശക്തനാക്കുന്ന ആ കർത്താവിന്റെ ആ ശക്തി, അത് ആ ബലഹീനതയിലാണ് വെളിപ്പെടുന്നത്. ബലഹീനനായിരിക്കുന്നെങ്കിൽ നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന കൃപ. പൗലോസ് പിന്നീട് പറയുക, ഞാൻ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. കാരണം ഞാൻ എത്രത്തോളം ബലഹീനനാകുന്നു, അത്രത്തോളം അവന്റെ ശക്തി, ആ കൃപ എന്റെ മേൽ അതിശക്തമായി വ്യാപരിക്കുന്നു. അപ്പോൾ ഒന്നുണ്ട്, താഴ്ചയുടെ അവസ്ഥയും, പിന്നെന്താ, വിശന്നിരിക്കുന്ന അവസ്ഥയും, സംതൃപ്തിയില്ലാതിരിക്കുന്ന അവസ്ഥയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും എന്നെ ശക്തീകരിക്കുമെന്ന്. എന്തിനാണ് അത്രയും ശക്തി തരുന്നത്? ആ അവസ്ഥയെ ജയിക്കേണ്ടതിന് വേണ്ടിയല്ലേ ആ ശക്തി തരുന്നത്? ദൈവത്തിന് മഹത്വം. നമ്മൾ വ്യക്തിപരമായി അനുഭവിക്കുന്ന ആ വിഷയത്തിന്റെ ഒക്കെ മുകളിൽ അതിനെ കവിഞ്ഞ് മുന്നോട്ട് ജയിക്കേണ്ടതിന് വേണ്ടിയാണല്ലോ ആ ശക്തി കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോ എന്നെ ശക്തനാക്കുന്ന ആ കർത്താവിന്റെ സാന്നിധ്യം, ആ ശക്തി നമ്മെല്ലാവരോടും കൂടെ എല്ലാ സമയവും ഉണ്ടായിരിക്കും. ഈ വചനങ്ങൾ നിങ്ങളെ നേരിടുന്ന ആ പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ.